വർഷ മൂവീസിൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ വിഷ്വൽ നമ്മൾ അത്ര കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. വർഷ പാർട്ട് 1 നമ്മൾ നൈറ്റായിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കെന്നാൽ രാവിലത്തെ ഒരു വിഷ്വലും കൂടെ കാണിച്ചേക്കാമല്ലോ എന്ന് വിചാരിച്ച് പാർട്ട് 2 രാവിലത്തെ ഒരു വിഷ്വലും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഫ്രണ്ടിൽ നിന്ന് പറയുകയാണെങ്കിലേ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിയേറ്ററിനകത്ത് ആഡ്സ് പരസ്യം കാര്യങ്ങളൊക്കെ വെളിയിലൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഈ സൈഡിൽ നമുക്ക് നിരത്തി പിടിച്ച് പരസ്യം കാര്യങ്ങളൊക്കെ തിയേറ്ററിനകത്ത് ചെയ്തിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് തിയേറ്ററിനകത്ത് പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇതേപോലെ ചെയ്യാനുണ്ട്. ഇത് ഓരോ ആൾക്കാർ നമ്മുടെ തിയേറ്ററിന് വേണ്ടി പരസ്യം കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇതേപോലെ നിങ്ങൾക്കും കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പരസ്യങ്ങൾ. ഇപ്പോൾ ഉള്ള എല്ലാ മിക്കുള്ള തിയേറ്ററിലും ഇങ്ങനെയുള്ള ആർട്ട് സെക്ഷനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ സ്ക്രീൻ ട്യൂണിനകത്തോട്ട് പോയാലോ. ഇതാണ് രാവിലത്തെ ഒരു വർഷ മൂവീസിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ. ഏറ്റവും മുകളിൽ ഡോൾബി അറ്റ്മോസ് 4K ഡീറ്റെയിൽസ് 3D എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിനി നേരെ സ്ക്രീൻ ട്യൂണിനകത്തോട്ടുള്ള കാര്യങ്ങൾ നോക്കി നേരെ അകത്തോട്ട് പോകാം. സ്ക്രീൻ 2 നമുക്ക് ഏറ്റവും മുകളിലാണ് വരുന്നത് കേട്ടോ. സ്ക്രീൻ 2 പോയെങ്കിൽ ഒരു ആരോ മാർക്കിനകത്ത് LED സ്ക്രീനോടെ നമുക്ക് സ്ക്രീൻ 2 എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലോട്ട് ചെല്ലുന്നതാണ് നമ്മുടെ തിയേറ്ററിലെ സ്ക്രീൻ 2 വരുന്നത്. നമുക്കിനി അകത്തോട്ട് പോയാലോ സ്ക്രീൻ 2 പോകാം. സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലോട്ട് ചെല്ലുന്നത് നമ്മുടെ സ്ക്രീൻ 2 കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് തിയേറ്ററിലെ വെയിറ്റിംഗ് ഏരിയൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. കയറി വരുമ്പോഴേ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഏരിയനാണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഫുള്ളൊരു വ്യൂ കാണാമല്ലോ വെയിറ്റിംഗ് ഏരിയയുടെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് തിയേറ്ററിലെ വെയിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ ക്യാൻറ്റീൻ വരുന്നത്. ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീനോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പഴയതാണെങ്കിൽ ഒരു കുഞ്ഞൊരു ക്യാൻറ്റീൻ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അത് നല്ല പ്രൗഢിയോടെ നല്ല ഗംഭീരമായിട്ട് തന്നെ വലിയൊരു ക്യാൻറ്റീൻ തന്നെയാണ് തിയേറ്ററും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. സ്നാക്സ്, പോപ്കോൺ, ഐസ്ക്രീംസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നതാണ്. നമുക്കെന്നാൽ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു സൗണ്ടിൻ്റെ ഒരു സ്പെക്ക് ഫ്രണ്ട് ചെയ്തിരിക്കുന്നത് കാണാം. നമ്മുടെ കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെ DTX തിയേറ്ററും കൂടിയാണ് കേട്ടോ നമ്മുടെ അഞ്ചൽ വർഷ തിയേറ്റർ വരുന്നത്. നമുക്കിനി നേരെ സ്ക്രീനിനകത്തോട്ട് കയറിയാലോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ സ്ക്രീനിൻ്റെ എൻട്രി വരുന്നത്. നമുക്കിനി അകത്തോട്ട് പോയതിനു ശേഷം ബാക്കി ഓരോ കാര്യങ്ങൾ കാണാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു നീലമയം തന്നെയാണ് തിയേറ്റർ എന്ന് പറയാം കേട്ടോ. ഓടി 1നെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിൻഡർ ഡിസൈനും കാര്യങ്ങളും ഓടി 2ൻ്റെയാണ്. അതൊരു മാരക ലുക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഒരു നീലമയത്തിൽ കുളിച്ച് നിൽക്കുന്ന ഒരു തിയേറ്റർ. ഫസ്റ്റ് ഓടി 1നെക്കാട്ടിലും ഓടി 2ലെ ഇൻ്റർ ഡിസൈൻ വളരെയധികം വ്യത്യസ്തമായാണ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ല അടിപൊളി ഒരു ബിഗ് സ്ക്രീൻ സൈസ് തന്നെ കാണാൻ കഴിയുന്നതാണ്. നമുക്കെന്നാൽ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഓഡിയൻസിലോട്ടുള്ളൊരു ഫ്ലോട്ട് ഒന്ന് നോക്കാം. ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഓഡിയൻസിലോട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ് നമ്മൾ ഈ കാണുന്നത്. 2 കാറ്റഗറി സീറ്റാണ് വരുന്നത്. ഒന്ന് നോർമൽ സീറ്റും അതുപോലെ തന്നെ സോഫ സീറ്റുമാണ് വരുന്നത്. തിയേറ്ററിലെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി 173 നോർമൽ സീറ്റ് 138 വരുന്നത്. 150 രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത്. സോ തിയേറ്ററിലെ നോർമൽ സീറ്റ് നമുക്കിനി എവിടം വരെയാണെന്ന് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സീറ്റ് എവിടം വരെയാണെന്നുള്ള ഒരു വ്യൂയും കാര്യങ്ങളും നമുക്ക് കാണാം. നോർമൽ സീറ്റിനെ കുറിച്ച് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ 138 കപ്പാസിറ്റി, 150 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഇവിടം വരെയാണ് നമുക്ക് നോർമൽ സീറ്റും കാര്യങ്ങളും തിയേറ്ററിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയിലോട്ട് പോകുമ്പോഴേ സോഫ സീറ്റാണ് വരുന്നത്. 2 ലെയറായിട്ടാണ് നമുക്ക് സോഫ സീറ്റും കാര്യങ്ങളും തിയേറ്ററിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സോഫ സീറ്റിൻ്റെ 35 വരുന്നത്. 200 രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും സോഫ സീറ്റിന് ഈടാക്കുന്നത്. നമുക്കൊരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും സോഫ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും കാണാം. ഏറ്റവും ബാക്കിലത്തെ ഒരു 4 ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ 4 ലെയറും കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ തിയേറ്ററിൻ്റെ ഇൻ്റീരിയർ ഡിസൈനിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് നീല കോമ്പയിലാണ് തിയേറ്ററും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ 1നെ അപേക്ഷിച്ച് ഇൻ്റീരിയർ ഡിസൈൻ സ്ക്രീൻ 2 അതിമനോഹരമായിട്ടാണ്. തിയേറ്ററിൽ വരുന്നവർക്ക് ഫസ്റ്റ് ടൈം ഒരു ആകർഷണ രീതിയിൽ തന്നെയാണ് സ്ക്രീൻ 2 കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻ്റീരിയർ ഡിസൈനെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് തിയേറ്ററിൻ്റെ സൗണ്ടിലോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇത്രയും നാളും തിയേറ്ററുകളിൽ പോയി പരിചയപ്പെടുത്തിയിരിക്കുന്ന സൗണ്ടല്ല. DTX എന്ന് പറയുന്ന ഏറ്റവും പുതിയ സാങ്കേതികതയായിട്ടുള്ള ഒരു സൗണ്ട് സ്റ്റോണ് നമ്മുടെ തിയേറ്ററിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ രണ്ടാമതാണ് നമ്മൾ അഞ്ചൽ വർഷ തിയേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ആദ്യമായി കൊല്ലം ജില്ലയിലെ DTX തിയേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് സീമ സിനിപ്ലെക്സ് പത്തനാപുരമാണ്. രണ്ടാമത് കൊല്ലം ജില്ലയിലെ വർഷ തിയേറ്റർ അഞ്ചലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നീട് സ്പീക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്പീക്കേഴ്സാണ് തിയേറ്ററും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
തിയേറ്ററിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തോട്ട് വരുമ്പോൾ 4 സബ് വൂഫറും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. 2 ഇവിടെയും ഓപ്പോസിറ്റ്സ് 2 അങ്ങനെ ടോട്ടൽ 4 ബാക്കിയെല്ലാം നമ്മുടെ സ്ക്രീനിൻ്റെ പുറകിലാണ് കേട്ടോ സബ് വൂഫറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുകളിൽ ഓവർ ഹെഡ് സ്പീക്കേഴ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ സൗണ്ടിനെ കുറിച്ചുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് സീറ്റിലോട്ടുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നോക്കിയാലോ. നമുക്കിനി ഫ്രണ്ടിലോട്ടൊന്ന് പോകാം. ഫ്രണ്ട് സീറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് നോക്കിയാലോ. നല്ല അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെയാണ് തിയേറ്ററിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയർ ഡിസൈൻ്റെ ആ നീല കോമ്പ സ്ക്രീനിലോട്ട് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ നമുക്ക് കാണാൻ വരുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് രീതിയിൽ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി നമുക്കെന്നാൽ ഫ്രണ്ട് സീറ്റിൽ നിന്ന് നോക്കിയാലും സ്ക്രീനിലോട്ടുള്ള സൈസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നേരെ ഫ്രണ്ട് സീറ്റിലോട്ട് നമുക്ക് പോകാം. തിയേറ്ററിനകത്തെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നുള്ള സ്ക്രീനിലോട്ടുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ സൈസ് തന്നെയാണ് നമ്മുടെ തിയേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി ഓപ്പോസിറ്റ് സൈഡിലൂടെ നോക്കിയാലും സ്ക്രീൻ സൈസ് ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യൂയും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ 2 സൈഡിലെ സീറ്റിലും ഇരുന്നിട്ടുള്ള വ്യൂയും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് സീറ്റിൽ സൈഡിൽ നിന്ന് ഇരുന്നിട്ട് നമുക്ക് സ്ക്രീനിലോട്ടുള്ള വ്യൂയും കൂടെ ഒന്ന് നോക്കാം. അവിടെ നിന്ന് നോക്കിയാലും നമുക്ക് വ്യൂവിനൊന്നും പ്രത്യേക ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്കൊരു സ്ക്രീൻ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാലും അത്യാവശ്യം നമുക്ക് സ്ക്രീനിലോട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്കെന്നാൽ കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് നോക്കിയാലോ. കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് ഒരു സെൻറ്റർ സീറ്റിൽ ഇരുന്ന് 2 സൈഡിലേക്കും കൂടെ നോക്കാം. ഏറ്റവും ബാക്കിലോട്ട് കുറച്ചുകൂടെ നടന്ന് വന്നിട്ട് ഒരു സെൻറ്റർ സീറ്റിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നമ്മളിപ്പം കാണാൻ പോകുന്നത്. നമുക്കെന്നാൽ ഇവിടെ നിന്നിരിക്കാം. ഇവിടെ നിന്നുള്ള സ്ക്രീനോട്ടുള്ള വ്യൂ ആണ് നമ്മളീ കാണുന്നത്. നല്ല അത്യാവശ്യം ഒരു മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് നമുക്ക് സ്ക്രീൻ സൈസ് കാണുന്നത്. നമ്മുടെ ഓഡിറ്റോറിയത്തിന് പറ്റിയ അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് സ്ക്രീൻ സൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെടുത്ത് തന്നെ പറയണം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇച്ചിരി ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് കാണിക്കാം. ഇപ്പോൾ ഈ 2 സൈഡിലെ വ്യൂ കാണിക്കാൻ വേറെ ഒന്നും കൊണ്ടല്ല. ചിലർ പറഞ്ഞിരുന്നു ഒരു സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ അല്ല, രണ്ടാമത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് കാണുന്ന ആ വ്യൂയും കൂടെ ഒന്ന് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എന്താ, നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് കാണുന്നത് നിങ്ങളുടെ ഇഷ്ടമാണല്ലോ. കൂടുതൽ നിങ്ങൾ പറയുന്നതന്നെയാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പോൾ 2 ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ക്രീനിലുള്ള വ്യൂ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്ക് നേരെ ബാക്കിലോട്ട് പോകാം. അപ്പോൾ നല്ല അത്യാവശ്യം വ്യൂ തന്നെ ഉണ്ട്. 2 സൈഡിലും നമുക്കൊരു സെയിം ആണ്. പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. സ്ക്രീനിലോട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് സ്ക്രീൻ സൈസ് നോക്കാവേ. ഇനി നമുക്ക് ഏറ്റവും ബാക്കിലോട്ട് പോകാം കേട്ടോ. അതായത് സോഫ സീറ്റിൽ ഇരുന്നുള്ള സ്ക്രീനിലുള്ള ഒരു വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മുടെ പ്രൊജക്ടർ റൂമൊക്കെ വരുന്നത് കേട്ടോ. നമുക്കൊരു സെൻട്രൽ പൊസിഷനിലോട്ട് ഇരുന്നിട്ട് നോക്കിയാലോ സ്ക്രീനിലോട്ടുള്ള വ്യൂയും കാര്യങ്ങളും എങ്ങനെയാണെന്ന്. നേരെ നമുക്ക് സീറ്റിലോട്ടിരിക്കാം കേട്ടോ. പ്രൊജക്ടർ റൂമിൻ്റെ ഏറ്റവും സെൻറ്റർ സീറ്റിലോട്ട് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്റർ ഭാഗമാണ് കേട്ടോ വരുന്നത്. നമ്മളതൊക്കെ നോക്കി ഒരു സെൻറ്റർ സീറ്റ് 11 അങ്ങ് ഇരുന്ന് നമുക്കിനി നേരെ സ്ക്രീനിലോട്ടിരുന്ന് നോക്കിയാലോ എങ്ങനെയാണെന്ന്. ഏറ്റവും ബാക്കിലിരുന്നും സ്ക്രീനിലോട്ട് നോക്കിയാലും അത്യാവശ്യം നല്ല വലിപ്പത്തോട് തന്നെയാണ് നമ്മുടെ സ്ക്രീൻ സൈസും കാര്യങ്ങളും കാണുന്നത്. നമ്മുടെ തിയേറ്ററിനും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ക്രീൻ സൈസാണ് തിയേറ്ററും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും ബാക്കിലത്തെ ഒരു പൊസിഷനിലോട്ട് പോയിട്ട് നോക്കിയാലോ. ഏറ്റവും ബാക്കിലോട്ടുള്ളൊരു സീറ്റ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ നിന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഏറ്റവും ബാക്കിലത്തെ ഒരു 2ാമത്തെ റോയിലോട്ട് ചെന്നിട്ട് അവിടെ നിന്നുള്ളൊരു സ്ക്രീൻ സൈസാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ ഹാളിന് ഒത്തിണങ്ങിയിട്ടുള്ളൊരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ക്രീൻ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നോക്കിയാലും നമുക്കൊരു വിഷ്വലും കാര്യങ്ങളും ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മുടെ തിയേറ്ററിലെ DTS സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും. പറയാം ആൻറ്റി, ഇപ്പൊ പറയാം. സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പക്കയാണ്. പിന്നെ ഒരു കാര്യം, DTS കണ്ടൻറ്റ് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. അതാണ് വേറൊരു വിഷമമായിട്ടുള്ളൊരു കാര്യം. DTS കണ്ടൻറ്റും കാര്യങ്ങളും ഇറങ്ങുമ്പോൾ ഒരു മൂവിയും കാര്യങ്ങളും DTSനകത്ത് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പീക്ക് ലെവൽ നമുക്ക് അനുഭവിക്കാനും കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പ്രൊജക്ടർ റൂമിൻ്റെ പെർമിഷനില്ല, ജസ്റ്റ് ഒന്ന് പ്രൊജക്ടർ റൂമിനൊന്ന് പറയാം. 2K 3D RGB ലേസർ പ്രൊജക്ടറാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രൊജക്ടർ. ക്രിസ്റ്റയുടെ പ്രൊജക്ടറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് കാണിക്കാനുള്ള ഒരു പെർമിഷനേ ഉള്ളൂ. അകത്ത് കയറി നമുക്ക് പ്രൊജക്ടറും വിഷ്വൽ കാണിക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ നിന്ന് കാണിക്കുന്നു.
വർഷ തിയേറ്ററിൻ്റെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമ്മൾ പ്രൊജക്ട് റൂമും കാര്യങ്ങളും ഒഴിച്ച് ബാക്കിയെല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. പുതിയൊരു തിയേറ്റർ ബ്ലോഗ് വരുന്നതോടെ നിങ്ങളുടെ സ്വന്തം നിതിൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒന്ന് റിവ്യൂസും കാര്യങ്ങളും എടുക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നുണ്ടോ. ബൈ.